കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു ലേൺവൈസ് ഇഗ്നോ ഫോക്കസ് 5.0. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് MPS 003 MA പൊളിറ്റിക്കൽ സയൻസിന്റെ പേപ്പറാണ്. സോ ടേം ആൻഡ് എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പേപ്പർ ആയിട്ടുള്ള MPS 003 ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന്റെ സിലബസിനകത്ത് വരുന്നിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, നാഷണലിസ്റ്റ് മൂവ്മെന്റുകൾ, കണ്ടംപററി ഡിബേറ്റ്സുകൾ, ഗ്ലോബലൈസേഷൻ, ഡെമോക്രസി, ഇതുപോലുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന റെക്കറിംഗ് ആയിട്ടുള്ള ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സുകൾ ലേണേഴ്സ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ സിലബസ് മാപ്പിംഗ്, എക്സാം പാറ്റേൺ അനാലിസിസ്, റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്, ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഡിവിഷൻസുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. സിലബസ് മാപ്പിംഗിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സുകൾ, അതേപോലെ തന്നെ തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സുകൾ, അതേപോലെ തന്നെ റിയൽ വേൾഡിന്റെ റെലവൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതൊക്കെ യൂണിറ്റുകളിൽ കണക്ട് ആവുന്നുണ്ട്, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ നമ്മൾ റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ഫോമാറ്റ്സുകളും അതിന്റെ വെയിറ്റേജ് എത്രയാണ് എന്നുള്ളത് നമ്മൾ നോക്കും. അതേപോലെ തന്നെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂയിലൂടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസുകളും അതിന്റെ കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതേപോലെ തന്നെ ടോപ്പിക് പ്രെഡിക്റ്റബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസിലൂടെ നമ്മൾ ഹൈ ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ റെലവൻസ്, അതേപോലെ തന്നെ സിലബസ് എംഫസൈസും കൂടെ നമ്മൾ നോക്കുന്നുണ്ട്. ഈ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഇവാലുവേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് അതിന്റെ മോഡൽ പേപ്പർ നിങ്ങൾക്ക് തരും. ആ മോഡൽ പേപ്പറുമായിട്ട് നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ മോഡൽ പേപ്പറും ആൻസർ സ്കീമുകളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. സോ ഈ ഒരു മെത്തഡോളജിയിലൂടെ നമ്മൾ പോകുമ്പോൾ ലേണേഴ്സിന് നിങ്ങളുടെ മോട്ടിവേഷൻസ് കൂടാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാനും നിങ്ങളുടെ കോൺഫിഡൻസ് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്ത് ബിൽഡ് ചെയ്യാനും ഈ ഒരു സെക്ഷനുമായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. സോ ഇതിന്റെ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് വിത്ത് എക്സാം റെലവൻസ് നോക്കുമ്പോൾ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആൻഡ് സോഷ്യലിസം, അതായത് യൂണിറ്റ് 1 നിന്ന് വരുന്നതാണ്. അതേപോലെ തന്നെ ഗാന്ധി, കറാച്ചി റെസൊല്യൂഷൻസ്, ഇതൊരു 10 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സെക്കൻഡ് യൂണിറ്റ് 2 വരുന്നതാണ് മോഡൽസ് ഓഫ് ഡെവലപ്മെന്റ് ഡിബേറ്റ്, അത് 8 തവണ വരുന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിന്റെ മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ യൂണിറ്റ് 3 കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻസ്, റൈറ്റ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ്, അത് ഒരു 9 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ഇൻ പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യ, 11 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ യൂണിറ്റ് 5 കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇനിക്വാളിറ്റി, അതൊരു 12 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ 6ാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ് പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് ഡെവലപ്മെന്റ്, LPG, സ്റ്റേറ്റ് റോൾ, അതൊരു 10 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ യൂണിറ്റ് 7 നിന്ന് വന്നിട്ടുള്ള പോവർട്ടി, ഗ്രോത്ത്, അൺഈവൻ ഡെവലപ്മെന്റ്, അതൊരു 6 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേപോലെ തന്നെ 8ാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ലെജിസ്ലേച്ചർ, പാർലമെന്റ് ഫംഗ്ഷനിങ്, 7 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 9ാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ബ്യൂറോക്രസി, പോലീസ് ആൻഡ് സിവിൽ മിലിറ്ററി റിലേഷൻസ്, അത് 8 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 10ാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ജുഡീഷ്യറി ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ, 9 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 11ാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഫെഡറലിസം, 10 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 12ാമത്തെ യൂണിറ്റിൽ വന്നിട്ടുള്ള പഞ്ചായത്തി രാജ് ആൻഡ് ഡീസെൻട്രലൈസേഷൻ, 11 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 13ാമത്തെ യൂണിറ്റിൽ വന്നിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, പാർട്ടി സിസ്റ്റം, 12 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 14ാമത്തെ യൂണിറ്റിൽ വന്നിട്ടുള്ള വർക്കേഴ്സ് ആൻഡ് പെസന്റ് മൂവ്മെന്റ്സ്, 13 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 15ാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള മീഡിയ ആൻഡ് പബ്ലിക് പോളിസി, 10 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 16ാമത്തെ യൂണിറ്റിൽ വന്നിട്ടുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, 9 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 17ാമത്തെ യൂണിറ്റിൽ വന്നിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡന്റിറ്റി പൊളിറ്റിക്സ്, കാസ്റ്റ്, റിലീജിയൻ, ലാംഗ്വേജ്, എത്തനിസിറ്റി, 13 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 18ാമത്തെ യൂണിറ്റിൽ വന്നിട്ടുള്ള സിവിൽ സൊസൈറ്റി ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ്, 14 തവണ വന്നിട്ടുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 19ാമത്തെ യൂണിറ്റിൽ വന്നിട്ടുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സൊസൈറ്റി, സോഷ്യൽ സെക്യൂരിറ്റി, 9 തവണ വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്.
അടുത്തതിന്റെ സ്കോറിംഗ് റൂൾസുകൾ നോക്കുമ്പോൾ ഹൈ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 10 തവണ കൂടുതൽ വന്നിട്ടുള്ളതായിരിക്കും. മീഡിയം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ 5 to 9 തവണ അപ്പിയർ ചെയ്തിട്ടുള്ളതായിരിക്കും. ലോ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ 5ന് താഴെ വന്നിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും. ഇനി നമ്മൾ അതിന്റെ സ്കോറിംഗ് റൂൾസുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഓരോ യൂണിറ്റുകളും എത്ര ബ്ലോക്കുകളുമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് അതിനകത്ത് കാണിക്കുന്നതാണ്. ഇനി എന്റെ ഹീറ്റ് മാപ്പ് സമ്മറി നോക്കുമ്പോൾ എക്സ് ആക്സിസിനകത്ത് ഏതൊക്കെ യൂണിറ്റുകളാണ് ബ്ലോക്ക് വൈസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, വൈ ആക്സിസിനകത്ത് ഈ വന്നിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ ഫ്രീക്വൻസി നമ്മൾ നോക്കുമ്പോൾ ലൈറ്റർ ആയിട്ടുള്ള കളറിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഫ്യൂ ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഡാർക്കർ കളറിൽ ഹൈലി റെക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ കീ ഇൻസൈറ്റ് ബോക്സ് നോക്കുന്ന സമയത്ത് ഹൈ എൽഡിംഗ് ടോപ്പിക് ആയിട്ടുള്ള സിവിൽ സൊസൈറ്റി ആൻഡ് ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ് യൂണിറ്റ് 18 കൺസിസ്റ്റന്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ലിങ്കിങ് ആക്ടിവിസം, NGOs, പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് എന്ന് പറയുന്ന യൂണിറ്റ് 5ഉം 17ഉം ആണ്. അതിനകത്ത് ഇനിക്വാളിറ്റി ആൻഡ് ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ഇന്റർഫേസുകൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് അസസ്മെന്റ് ആണ്. ഇത് യൂണിറ്റ് 27 നിന്നാണ് വരുന്നത്. അതിന്റെ ഫൈനൽ ഇവാലുവേറ്റീവ് എസ്എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റുകൾ, അതിന്റെ ടിപ്പിക്കൽ ആയിട്ട് വരുന്ന മാർക്ക് റേഞ്ചുകൾ, ആ ഒരു ഫ്രീക്വൻസി ടേബിളുകൾ, അതിന്റെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പൊ അനലിറ്റിക്കൽ ആയിട്ടുള്ള എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതൊരു 20 മാർക്കിനാണ് ചോദിക്കുന്നത്. 450 to 500 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. വെരി ഹൈ റെലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 60% ആണ് ഹൈ ഫ്രീക്വൻസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനും അതേപോലെ തന്നെ റോൾ ഓഫ് സിവിൽ സൊസൈറ്റി, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ക്രിട്ടിക്കലി അനലൈസ് റോൾ ഓഫ് സിവിൽ സൊസൈറ്റി ഇൻ ഗ്ലോബലൈസേഷൻ, അത്തരത്തിൽ വരുന്ന ഒരു അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് 10 മാർക്കിനാണ് വരുന്നത്. 20 മാർക്കിനാണ് അത് ചോദിക്കുന്നത്. 200 to 250 വേർഡ്സിനുള്ളിലാണ് നമ്മൾ എഴുതാനായിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഒരു 95% ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഐഡന്റിറ്റി പൊളിറ്റിക്സ്, അതേപോലെ തന്നെ ഡെമോക്രസി ആൻഡ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സുകൾ, ഇങ്ങനെ സെക്ഷൻ എ ബി എന്ന് പറഞ്ഞിട്ട് പാർട്ട് വൈസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ കോൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള തീമാറ്റിക് ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട്. 15 to 10 മാർക്സിനാണ് അത് വരുന്നത്. 300 to 350 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. മോഡറേറ്റ് ആയിട്ട് 10% ആണ് അത് വരുന്നത്. അതായത് എക്സ്പ്ലെയിൻ ദ ബേസിക് നീഡ്സ് ഓഫ് മിനിമം അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ കമ്പാരറ്റീവ് ഓർ ഇന്റർപ്രറ്റീവ് ഡിസ്കഷൻസ് വരുന്നുണ്ട്. 10 to 15 മാർക്സിനാണ് അതും വരുന്നത്. 350 to 400 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. അതൊരു ലോ പെർസെന്റേജ് ക്വസ്റ്റ്യൻ ആണ്. 5% മാത്രമേ വരുന്നുള്ളൂ. കമ്പയർ ദ പ്രീ ആൻഡ് പോസ്റ്റ് 1991 ഡെവലപ്മെന്റ് ഡിബേറ്റ്സ്. അടുത്തെന്ന് പറയുന്നത് ഫോമാറ്റ്, ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഡിസ്ക്രിപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അനലിറ്റിക്കൽ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് 20 മാർക്സിനാണ് അത് വരുന്നത്. സോ അതിന്റെ കൂടുതലായിട്ടും ഡീപ്പ് ആയിട്ടുള്ള കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള കോംപ്രിഹെൻഷൻസ്, അതിന്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ്, ഡെമോക്രാറ്റിക് ആൻഡ് ഡെവലപ്മെന്റ് കണ്ടക്ട്സിനകത്ത് വരുമ്പോൾ നമ്മൾ അത് എങ്ങനെ എഴുതണം, ഇതുപോലുള്ള ഇവാലുവേറ്റീവ് തിയറീസുകളാണ് വരുന്നത്. സോഷ്യലിസ്റ്റ് തിങ്കിങ്ങുകൾ, ഫെഡറലിസം, അങ്ങനെ എക്സാമ്പിൾസുകൾ സൈറ്റ് ചെയ്യാനായിട്ട്. സോ 500 വേർഡ്സിനുള്ളിൽ വേണം നമ്മൾ എഴുതാനായിട്ടുള്ളത്. 20 മിനിറ്റ്സ് നിങ്ങൾക്ക് ആ എക്സാം എഴുതാനായിട്ട് എടുക്കാവുന്നതാണ്, ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതാനായിട്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ട് ആണ്. അത് എന്ന് പറയുന്നത് 10 to 2 മാർക്സിനാണ് അത് വരുന്നത്. അതിന്റെ ക്ലാരിറ്റിയും പ്രിസിഷനോടുകൂടി നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുക. അതായത് ഈ പറയുന്ന പോലെ അതിന്റെ ഡിഫൈൻ ചെയ്യുക, അതിന്റെ കോൺസെപ്ച്വലൈസേഷൻ ചെയ്യാൻ, ഒരു കൺക്ലൂഡ് ചെയ്ത് വേണം എഴുതാനായിട്ടുള്ളത്. ഒരു 200 വേർഡ്സിന് സെക്ഷൻ 1-നകത്തും 2-നകത്തും വിധത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ പൊതുവെ ചോദിക്കാറുണ്ട്. ഇനി അടുത്ത തീമാറ്റിക് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. തീമാറ്റിക് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിന് ഡിഫൈൻഡ് ആയിട്ടുള്ള തീമുകൾ, ഫോർ എക്സാമ്പിൾ LPG റിഫോംസുകൾ, ജെൻഡർ ജസ്റ്റിസുകൾ, ഇതുപോലുള്ളത്. അതൊരു 3 പാർട്ടായിട്ട് സ്ട്രക്ചർ ചെയ്തിട്ട് വേണം എഴുതാനുള്ളത്. ഡെഫിനേഷൻ, എക്സ്പ്ലനേഷൻ, ഇംപ്ലിക്കേഷൻസ്, ഒരു 300 വേർഡ്സിനുള്ളിൽ. അത് കഴിഞ്ഞിട്ട് കമ്പാരറ്റീവ് ആൻഡ് ഇന്റർപ്രറ്റീവ് ഡിസ്കഷൻസ് വരുന്നുണ്ട്. നമ്മൾ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് എഴുതണം എന്നുള്ളതാണ്. നെഹ്റു വേഴ്സസ് പോസ്റ്റ് 1991, അതിനകത്ത് ഈ പറയുന്ന പോലെ കമ്പാരിസേഷൻസ്, ഡിസ്ക്രിപ്ഷൻസ്, 350 വേർഡ്സിനുള്ളിൽ ഒരു കൺസൈസ് ആയിട്ട് നിങ്ങൾ ആ ഒരു എക്സാമിന് ഈ പറയുന്ന പോലെ അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ചേഞ്ചസുകൾ കൊടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കാം. അടുത്തെന്ന് പറയുന്നത് മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് ബൈ യൂണിറ്റ് വൈസ് നമ്മൾ നോക്കുകയാണ്. അതിനകത്ത് സിലബസ് ക്ലസ്റ്റേഴ്സ്, യൂണിറ്റ് ക്ലസ്റ്റേഴ്സ് നോക്കുമ്പോൾ 1 to 4 എന്ന് പറയുന്നത് നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻസ് ആണ്. ഒരു ആവറേജ് 15 മാർക്സിനാണ് അത് വരുന്നത്. അതൊരു ടോട്ടൽ ഷെയർ 15% വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 5 to 7 എന്ന് പറയുന്നത് ഇനിക്വാളിറ്റി ആൻഡ് പൊളിറ്റിക്കൽ എക്കോണമി ഓഫ് ഡെവലപ്മെന്റ് ആണ്. അതൊരു 12 ആവറേജ് മാർക്കിന് ചോദിക്കുന്നുണ്ട്. അതിന്റെ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് 12% ആണ്. അതേപോലെ തന്നെ 8 to 11 ആയിട്ടുള്ള ഈ സിലബസ് നോക്കുകയാണെങ്കിൽ യൂണിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഗവർണൻസ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ആൻഡ് ഫെഡറലിസം, ഇതൊരു 14 ആവറേജ് മാർക്സിന് ചോദിക്കുന്നുണ്ട്. ഒരു 14% ഇതിൽ നിന്നാണ് വരുന്നത്.
അതേപോലെ തന്നെ 12-14 നമ്മൾ നോക്കുകയാണെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റും മാസ് മൂവ്മെന്റ്സും ആണ്. അതൊരു 10% അതിന്റെ ഷെയർ വരുന്നുണ്ട്. 15-18 നോക്കുകയാണെങ്കിൽ മീഡിയ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സിവിൽ സൊസൈറ്റി ഒരു 12% അതിന് ചാൻസ് വരുന്നുണ്ട്. 19-21 നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ആൻഡ് ജെൻഡർ ഡെവലപ്മെന്റ്, റീജിയണൽ ഇംബാലൻസ് ഒരു 11% വരുന്നുണ്ട്. 22-24 നോക്കുകയാണെങ്കിൽ മൈഗ്രേഷൻസ്, എൻവയോൺമെന്റ്, ഗ്ലോബലൈസേഷൻ ഒരു 13% വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ 25-27 നോക്കുകയാണെങ്കിൽ റിലീജിയസ് പൊളിറ്റിക്സ്, എത്തനിസിറ്റി, ഡെമോക്രസി, അസസ്മെന്റ് അതൊരു 13% വരുന്നുണ്ട്. ഓവറോൾ ആ ഒരു 100% ഇങ്ങനെയാണ് അതിന്റെ മാർക്കറ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത്. സോ അതിന്റെ ട്രെൻഡ് ബേസ് വിഷ്വലൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വിഷ്വലൈസേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, തീമാറ്റിക് ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, കമ്പാരിറ്റേറ്റീവ് ഡിസ്കഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ നമ്മൾ ഈ പറയുന്ന പോലെ അതിന്റെ ഷിഫ്റ്റ് നോക്കുകയാണെങ്കിൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു 20% നിന്ന് 28%-ലോട്ടുള്ള ഒരു ഇൻക്രീസ്മെന്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ essay ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഒരു 60% ആയിരുന്നു, അത് ഒരു 52%ലേക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ തീമാറ്റിക് ക്വസ്റ്റ്യൻസുകൾ കൂടുതലും വരുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ജെൻഡർ, LPG റിഫോംസ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ് ടിപ്പ് നോക്കുമ്പോൾ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്, essay ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 50% ആണ് വരുന്നത്. ഒരു 3 ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. ഒരു 95 മിനിറ്റുകൾ നമ്മൾ എടുത്തിട്ട് വേണം ഈ എക്സാമിന് എഴുതാനായിട്ടുള്ളത്. അതായത് 2 മിനിറ്റ് പ്ലാൻ ചെയ്യാനും റൈറ്റ് ചെയ്യാനായിട്ട് 28 മിനിറ്റും റിവൈസ് ചെയ്യാനായിട്ട് ഒരു 3 മിനിറ്റും ടോട്ടൽ എടുക്കുക. എന്നിട്ട് ഈ പറയുന്ന പോലെ അതിന്റെ ഇൻട്രൊഡക്ഷൻസ്, അനലൈസ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് കൊടുത്തിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു സെക്ഷനകത്ത് ഉണ്ടാവുക. അതൊരു 25% ആയിരിക്കും വരുന്നുണ്ടാവുക. ഒരു 45 മിനിറ്റ് അതിനായിട്ട് എടുക്കുക. 20-25 മിനിറ്റ് അതിന്റെ എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാനും അതേപോലെ തന്നെ ഡെഫിനിഷൻ കൊടുക്കാനും കൺക്ലൂഷൻ ഫോർമാറ്റുകൾ കൊടുക്കാനായിട്ട് എടുക്കാം. തീമാറ്റിക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് 12% ആണ് വരുന്നത്. അത് ഒരു 25 മിനിറ്റ്, അതായത് അതിന്റെ കീ ഫോക്കസ് വേർഡ്സുകൾ പ്രൊവൈഡ് ചെയ്യാനും അതിന്റെ പോളിസി ഇംപ്ലിക്കേഷൻസുകൾ കൊടുക്കാൻ. ഇനി കമ്പാരിറ്റീവ് ഡിസ്കഷൻസ് വരുന്നുണ്ട്. അതൊരു 8% ആണ് വരുന്നത്. ഒരു 15 മിനിറ്റ് അതിനായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 2 കമ്പാരിസേഷൻ കൊടുത്ത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ കൊടുത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി ഈ പറയുന്ന പോലെ നമ്മൾ അതിന്റെ ഈ പറയുന്ന പോലെ ഒറിജിനൽ ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും നമ്മൾ നോക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്കസ് ദ എവല്യൂഷൻ ഓഫ് ദ പെസന്റ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ, 5% ആണ് അതിന്റെ അക്കൗണ്ട് വരുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ക്രിട്ടിക്കലി അനലൈസ് ദ നേച്ചർ ഓഫ് കാസ്റ്റ് ഇൻഇക്വാളിറ്റീസ് ഇൻ ഇന്ത്യ, ഒരു 6% അതിന്റെ അക്കൗണ്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ദ ഫെഡറൽ സിസ്റ്റം ഇൻ ഇന്ത്യ. നാലാമത്തേതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അനലൈസ് ദ ഓൺഗോയിങ് ഡിബേറ്റ് ഓഫ് ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ഇന്ത്യ, 7 തവണയാണ് അത് വരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ എവല്യൂഷൻ ഓഫ് ദ സോഷ്യൽ തിങ്കിങ് ഇൻ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, 5 തവണയാണ് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് വരുന്നത്. 6 എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ പൊളിറ്റിക്കൽ എക്കോണമി അപ്രോച്ച് ടു ദ ഡെവലപ്മെന്റ്, അതൊരു 5 തവണയാണ് വരുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് ക്രിട്ടിക്കലി അനലൈസ് ദ റോൾ ഓഫ് ദ സിവിൽ സൊസൈറ്റി ആൻഡ് മൂവ് സോഷ്യൽ മൂവ്മെന്റ്സ്, 4 തവണയാണ് അത് വരുന്നത്. അടുത്തത് പറയുന്നത് എക്സാമിൻ ദ കോൺസെപ്റ്റ് ഓഫ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതൊരു 4 തവണ വരുന്നുണ്ട്. ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ ആൻഡ് എക്കണോമിക് റിഫോംസ്, അതൊരു 5 തവണ വരുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മീഡിയ ഇൻ ഷേപ്പിംഗ് ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ്, അതൊരു 3 തവണ വന്നിട്ടുണ്ട്. സോ നമ്മൾ അതിന്റെ ഫ്രീക്വൻസി ടേബിൾ നോക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ പെസൻസ് ആൻഡ് വർക്കേഴ്സ് മൂവ്മെന്റ്സ് യൂണിറ്റ് 14 ആണ് 5 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻഇക്വാളിറ്റി യൂണിറ്റ് 5 6 തവണ അപ്പിയർ ചെയ്തിട്ടുള്ള 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഫെഡറലിസം ആൻഡ് ഗവർണൻസ് യൂണിറ്റ് 11 6 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ഡിബേറ്റ് യൂണിറ്റ് 27 7 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോഷ്യലിസ്റ്റ് ഐഡിയോളജി ആൻഡ് ഡെവലപ്മെന്റ്, അത് യൂണിറ്റ് 1ഉം 2ഉം 5 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ഉള്ള ഒരു ഏരിയ ആണ്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ എക്കോണമി
എക്കോണമി ഓഫ് ഡെവലപ്മെന്റ് യൂണിറ്റ് 6 5 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ സിവിൽ സൊസൈറ്റി ആൻഡ് സോഷ്യൽ മൂവ്മെന്റ്സ് യൂണിറ്റ് 18 4 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ഏരിയയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് യൂണിറ്റ് 23 4 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ഒരു ഏരിയയാണ്. എക്കണോമിക് റിഫോംസ് ആൻഡ് ഗ്ലോബലൈസേഷൻ യൂണിറ്റ് 24 5 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ഒരു ഏരിയയാണ്. മീഡിയ ആൻഡ് പബ്ലിക് പോളിസി യൂണിറ്റ് 15 3 തവണ വന്നിട്ടുള്ള 20 മാർക്കിന്റെ ഒരു ഏരിയയാണ്. പിന്നെ സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ നോക്കുകയാണെങ്കിൽ ടോപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 കൂടുതൽ തവണ വന്നിട്ടുള്ളതായിരിക്കും. അതേപോലെ തന്നെ അതിന്റെ ക്രോസ് ലിങ്കേജ് തീംസുകൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഡെമോക്രസി, ഡെവലപ്മെന്റ്, സിവിൽ സൊസൈറ്റി ഇങ്ങനെയുള്ള ഇത് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ കറണ്ട് ആയിട്ടുള്ള കണ്ടസ്റ്റുകൾ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ സോഷ്യൽ തിങ്കിങ്, ഗ്ലോബലൈസേഷൻ, അതിന്റെ കറണ്ട് എക്സാമ്പിൾസ്, LPG പോളിസീസുകൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന്റെ ഗോൾസുകൾ, അതേപോലെ തന്നെ 1991 നടന്ന റിഫോംസുകൾ ഇങ്ങനെയുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. സോ അതിന്റെ ഒരു ചാർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആ ചാർട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ പറയുന്ന പോലെ എത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അടുത്ത് മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ അതിന്റെ പ്രാക്ടീസ് സെക്ഷൻസ്, ഈ പറയുന്ന ടോപ്പ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസുകൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പൊ ഈ പറയുന്ന പോലെ ഒരു 400 to 500 വേർഡ്സിനുള്ളിൽ നമ്മൾ എഴുതാനായിട്ട് പഠിക്കുക. ഇതാണ് ആ ചാർട്ട് വരുന്നത്. അപ്പൊ ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 71% ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 28% മാത്രമാണ് മറ്റുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. ടോപ്പിക് പ്രൊഡക്റ്റബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് നോക്കുമ്പോൾ യൂണിറ്റ് 5 കാസ്റ്റ് ക്ലാസ് ഇൻഇക്വാളിറ്റി ഒരു 85% പ്രോബിലിറ്റി വരുന്ന ഹൈ റെലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. യൂണിറ്റ് 6 എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ എക്കോണമി ആൻഡ് ഡെവലപ്മെന്റ് ആണ്. അതിൽ 78% അതിൻ്റെത് വരുന്നത് ഹൈ റെലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. യൂണിറ്റ് 11 ഫെഡറലിസം ആൻഡ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്സുകൾ അതൊരു 72% വരുന്ന ഒരു ഹൈ റെലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതേപോലെ തന്നെ യൂണിറ്റ് 11 പഞ്ചായത്തി രാജ് ആൻഡ് ഡീസെൻട്രലൈസേഷൻ 68% വരുന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. യൂണിറ്റ് 14 വർക്കേഴ്സ് ആൻഡ് പെസന്റ് മൂവ്മെന്റ് 75% ചാൻസ് വരുന്നുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. യൂണിറ്റ് 17 ഐഡന്റിറ്റി പൊളിറ്റിക്സ്, കാസ്റ്റ്, റിലീജിയൻ ആൻഡ് എത്നിസിറ്റി 80% വരുന്ന ഹൈ റെലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. യൂണിറ്റ് 18 സിവിൽ സൊസൈറ്റി, ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ് 83% വരുന്ന ഹൈ റെലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. യൂണിറ്റ് 20 ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് 70% വരുന്നുള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ അടുത്തെന്ന് പറയുന്നത് യൂണിറ്റ് 23 ആണ്. യൂണിറ്റ് 23 വന്നിട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ് ആണ്. 65% ചാൻസ് ഉള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അത് കഴിഞ്ഞ് യൂണിറ്റ് 27 ആണ്. 27 എന്ന് പറയുന്നത് ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് ഡിബേറ്റ് ആണ്. അത് 90% ചാൻസ് ഉള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. യൂണിറ്റ് 24 ഗ്ലോബലൈസേഷൻ ആൻഡ് എക്കണോമിക് റിഫോംസ് 75% ചാൻസ് ഉള്ള ഹൈ റെലവന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ ഇതിൽ ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 പേപ്പർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 5 തവണയെങ്കിലും ഈ പറയുന്ന പോലെ ക്ലാസ് ഐഡന്റിറ്റി, ഇൻഇക്വാളിറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 6 നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന പോലെ റെക്കറിംഗ് ആയിട്ടുള്ള ഇന്റഗ്രേഷൻസ്, പൊളിറ്റിക്കൽ എക്കോണമി, ഡെവലപ്മെന്റ് തിയറി ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. യൂണിറ്റ് 11 വരെയാണെങ്കിൽ ഫെഡറലിസം ആൻഡ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അത് ചോദിക്കുന്നത്. യൂണിറ്റ് 12 എന്ന് പറയുന്ന പഞ്ചായത്തി രാജ് ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആണ്. 73 74 അമെന്റ്മെന്റ്സുകളും അതിന്റെ മീഡിയം ആയിട്ടുള്ള റെക്കറൻസും ആണ് ചോദിക്കുന്നത്. യൂണിറ്റ് 14 എന്ന് പറയുന്നത് പെസന്റ് ആൻഡ് വർക്കേഴ്സ് മൂവ്മെന്റ് ആണ്. ഫ്രീക്വൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 2 ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 17 ആണെങ്കിൽ ഐഡന്റിറ്റി ബേസ്ഡ് പൊളിറ്റിക്സ് അതിന്റെ ഈ പറയുന്ന പോലെ ഡെമോക്രസിയുടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സെക്ഷൻസുകൾ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. യൂണിറ്റ് 18 എന്ന് പറയുന്നത് സിവിൽ സൊസൈറ്റി, അതേപോലെ തന്നെ സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് അപ്വേർഡ് ആയിട്ടുള്ള ഗ്ലോബലൈസേഷൻ തീംസുകൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ യൂണിറ്റ് 20 നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 20 എന്ന് പറയുന്നത് ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് അപ്പിയേഴ്സ് ഇൻ ആൾട്ടർനേറ്റീവ് ഷോർട്ട് ആൻസർ, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. യൂണിറ്റ് 23 നോക്കുകയാണെങ്കിൽ റെഗുലർലി ഈ പറയുന്ന പോലെ പോളിസി കേസ് അപ്ഡേറ്റ്സുകൾ ചോദിക്കുന്നുണ്ട്. യൂണിറ്റ് 24 ആണെങ്കിൽ ഗ്ലോബലൈസേഷൻ ആൻഡ് സ്റ്റേബിൾ, അതായത് 1991 ടു കണ്ടസ്റ്റിനകത്തുള്ളത് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂണിറ്റ് 27 നോക്കുകയാണെങ്കിൽ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. സോ ടോപ്പിക് പ്രോബിലിറ്റിയിൽ ഹൈ ആയിട്ടുള്ള പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസുകൾ 70% മുകളിൽ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 5, 6, 11, 14, 17, 18, 20, 24, 27 അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലാഷ് കാർഡ്സ്, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങളുടെ കോൺസെപ്റ്റ്സുകളിൽ ക്ലാരിറ്റി വരുത്തുക. അടുത്തെന്ന് പറയുന്നത് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് ആണ്. മീഡിയം പ്രോബിലിറ്റി ടോപ്പിക് എന്ന് പറയുമ്പോൾ 40 to 69% ആണ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. കൂടുതലായിട്ട് വരുന്നതെന്ന് പറയുന്നത് യൂണിറ്റ് 20, 3, 12 നിന്നുമാണ്. യൂണിറ്റ് 12 നിന്നും 23 വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് അതിന്റെ സ്ട്രാറ്റജീസ് ആണ്, അതിന്റെ കറണ്ട് ആയിട്ടുള്ള ഡെവലപ്മെന്റ് പോളിസീസുകൾ, പഞ്ചായത്ത് രാജിന്റെ അപ്ഡേറ്റ്സുകൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ റിപ്പോർട്ട്സുകൾ, അത് ഡയഗ്രാംസ് ഒക്കെ റിവൈസ് ചെയ്ത് ഫ്ലോ ചാർട്ടൊക്കെ കൊടുത്തിട്ട് വേണം അതിനകത്ത് എഴുതാനായിട്ടുള്ളത്.
ഫോർ എക്സാമ്പിൾ ഫെഡറൽ സ്ട്രക്ചർ, സസ്റ്റൈനബിലിറ്റി, സൈക്കിള്. അതേപോലെ തന്നെ ടയർ 3 വരുന്ന ലോ പ്രോബിലിറ്റി ഉണ്ട്, അത് 40% താഴെയാണ് വരുന്നത്. അപ്പോൾ യൂണിറ്റ് 1 മുതൽ 4 വരെ, 7 മുതൽ 10 വരെ, 15 മുതൽ 16 വരെ, 19 മുതൽ 21 വരെ, 21 മുതൽ 22 വരെ, 25 മുതൽ 26 വരെ. അപ്പോൾ ഇതുപോലുള്ള ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ പ്രിപ്പയർ ചെയ്യുക. 15 to 20% ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. ഇനി പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്ന സമയത്ത് മാസ്റ്റർ ഓഫ് ആർട്സ് പൊളിറ്റിക്കൽ സയൻസ് ടേം ആൻഡ് എക്സാമിനേഷൻ ഡിസംബർ 2025 MPS 003 ഇന്ത്യ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെന്റ്, ടൈം അലോക്കേറ്റഡ് 3 hours ആണ്, മാക്സിമം മാർക്ക് 100 ആണ്. 5 ക്വസ്റ്റ്യൻസ് വേണം എഴുതാനായിട്ടുള്ളത് 500 wordsന്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റിക്കൽ ഡെമോക്രസി ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ, highlighting the key policy transitions from the 1947 to the present. Second question is examine the political economy approach to the development in India and its significance for understanding the liberalization era reforms. Third one is evaluate the nature of the caste class inequalities in India and their impact on the participatory democracy. Fourth one is discuss the role of the federalism in promoting cooperative governance and balanced development in India. Fifth one is write the short notes on the following about 200 words. 73rd to 74th constitutional amendment and decentralization. B എന്ന് പറയുന്നത് bureaucracy and its roles in the India's development process. അടുത്തെന്ന് പറയുന്നത് സെക്ഷൻ 2 വരുന്നതാണ് അനലൈസ് ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് ദ സിവിൽ സൊസൈറ്റി ആൻഡ് ദ ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സ് ഇൻ അഡ്വാൻസിംഗ് democracy and social justice in contemporary India. Seventh one discuss the relevance of the gender development approach in addressing persistent inequalities in the India's development policies. Eighth one access the interconnections between identity policy and democratic representation in India. Ninth one write the short notes on the following about 200 words. Globalization and its implications for the economic sovereignty. And B sustainable development and environmental justice. 10th one critically examine the ongoing debate on the democracy development, focusing on whether the economic growth strengthens and challenges the democratic institutions. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നിങ്ങൾ നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിനായിട്ട് പോകാനായിട്ട്. ഓൾ ദ ബെസ്റ്റ് ഫ്രം ദ ലേൺവൈസ് ആൻഡ് ദ ടീം. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.